ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ കൃപയാൽ എല്ലാ ദിവസവും ഓണമൊക്കെ കഴിഞ്ഞില്ലേ, എല്ലാ ദിവസവും ഓണാക്കി തരാൻ മതിയായവൻ്റെ പുറകെ നമുക്ക് പോകാവേ. ശരിക്കും ദൈവത്തിൻ്റെ പദ്ധതി എല്ലാ വചനത്തിലും ഉണ്ടല്ലോ. നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതിയെ ദൈവം ഇട്ടേക്കണേന്ന്. എന്താ വലിയ പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി എന്നറിയാമോ? യേശുക്രിസ്തുവിനെ അയച്ചത് എല്ലാവരും യേശുവിനെ പോലെ ആകാനാണ്. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ യേശുവിനെ പോലെ ആകണം. എന്നിട്ട് എല്ലാവരുടെ മകൻ്റെ പുറകെ ഇങ്ങനെ പിതാവായ ദൈവത്തേട്ട് ചെല്ലണം. സ്വപ്നം കണ്ട പിതാവായ ദൈവം യേശപ്പനെ ഭൂമിയിലേക്ക് വിട്ടെ. എഫേസ്യർ 4:22 മുതൽ 24 വരെയുള്ള വാക്കുറിയ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, അതായത് നമ്മുടെ സ്വഭാവങ്ങളെല്ലാം ഉപേക്ഷിക്കണം. ഞാൻ നീതിമാനാന്ന് പറയാൻ ആർക്കും യോഗ്യതയില്ല. യേശമ്പരാൻ പറയേണ്ടത് സ്വർഗീയ പിതാവല്ലാതെ നീതിമാൻ ആരുമില്ലെന്ന്. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. അപ്പോൾ പഴയതെല്ലാം നീക്കിക്കളയുക, ഞാൻ എന്നുള്ള അഹങ്കാരത്തിനെ നീക്കിക്കളയുക. ആ യേശുവിനെ ധരിച്ചുകൊള്ളുവീൻ. ക്രിസ്തു ആകുന്ന വചനത്തെ ധരിച്ചുകൊള്ളുവീൻ. യേശുവിൻ്റെ പടയെടുത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലേ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ റണ്ണിങ് മെറ്റീരിയലിൻ്റെ വീഡിയോ ആണ്. ഭയങ്കര രസമുള്ള മെറ്റീരിയലുകളാട്ടോ. ഇത് കണ്ടോ, ഡയബിൾ. ഇത് ഡൈ ചെയ്ത സംഭവമാണ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ സാരിക്കൊക്കെ യൂസ് ചെയ്യാം, ഹാഫ് സാരിക്ക് യൂസ് ചെയ്യാം. സാരിക്കായാലും നല്ല രസമാണ്. ഹാഫ് സാരി ഒത്തിരി ബെറ്റർ ആയിരിക്കും. ഇത് ഒത്തിരി പേര് ഹാഫ് സാരിക്ക് മുറിച്ചു. ഓണത്തിൻ്റെ ഇതിൽ നമ്മൾ വീഡിയോ ഇടാനൊക്കെ പറ്റിയില്ല തിരക്കിനിടയ്ക്ക്. ഇതിൻ്റെ തന്നെ ഇത് ഹാഫ് സാരിക്കാണെങ്കിൽ സ്കേർട്ടും ഇത് തന്നെ ബ്ലൗസ് എടുക്കണേ കേട്ടോ ഭംഗി. കാരണം ഡൈ ചെയ്തേക്കണതാണ്. അപ്പോൾ ഇത്രയും പെർഫെക്റ്റ് ഗ്രീൻ കിട്ടാൻ ഭയങ്കര പാടാണ് നിങ്ങൾക്ക്. അപ്പോൾ ബ്ലൗസിനൂടെ ഇത് തന്നെ എടുക്കണേ. ഒന്നുമില്ലെങ്കിൽ ബോഡി ഇതെടുത്തിട്ട് കൈയൊക്കെ ഇത് വെച്ച് ഇങ്ങനെയൊക്കെ വെറൈറ്റി ആക്കിയിട്ട്, അല്ലെങ്കിൽ ഇത് ബ്ലൗസ് എടുത്തോട്ടെ. ഇതിന് 299 സാരി വിഴുത്താട്ടോ. ഇതും വിഴുത്ത് കൂടിയതാ. ഇത് എത്രയാണ്? 150. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ ഹാഫ് സാരി ഇതായിരിക്കും ഭംഗി. ഇതൊക്കെ ഡയബിളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പച്ച കളർ ഡൈ ചെയ്യാം. പക്ഷേ ഈ കളറിൻ്റെ ഗ്ലാമർ ഇല്ല കേട്ടോ നമുക്ക് പച്ചയ്ക്കൊന്നും. ഇത് 190. ഇതിൻ്റെ ഗ്ലാമർ വരില്ല. ഇതൊക്കെ ഡയബിളാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഈ ഓഫ് വൈറ്റും ഗോൾഡനും നമുക്കൊരു ഭയങ്കര ഇത് 190 തന്നെയല്ലേ. ഇത് 190. ഇത് ഡയബിളാട്ടോ. 190 ഇതൊക്കെ ഡയബിളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം ഡൈ ചെയ്യേണ്ടെന്നാൽ ഈ പച്ച ബ്ലൗസ് വിട്ട് ഇത് ഹാഫ് സാരി സ്കേർട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ഹാഫ് സാരി ആക്കാൻ ഇത് ഭയങ്കര രസമാണ്. ഭയങ്കര ട്രെൻഡാണല്ലോ ഇപ്പോൾ ഹാഫ് സാരി. എന്നിട്ട് ഇങ്ങനെ മൊത്തം അല്ല ഇങ്ങനെ ചുമ്മാ ഇറക്കി ഷോൾട്ട് ഇങ്ങോട്ട് കയറ്റിയാൽ മതിയില്ല. ഇപ്പോഴത്തെ ട്രെൻഡിൽ തയ്ക്കണം. ചെറിയ ബ്ലൗസൊക്കെ ഇട്ട് പ്രിൻസസ് കട്ട് വെട്ടി എന്തോരം ആ ഇൻസ്റ്റയിലൊക്കെ ഒന്ന് നോക്കിയാൽ മതി. എന്തോരം പാറ്റേൺ വേണേലും കിട്ടുവേ. അങ്ങനത്തെ ഒരു പാറ്റേൺ എടുത്ത് നിങ്ങൾക്ക് ഇട്ടേക്കാൻ പോലെ നമ്മളെ പിള്ളേരെ ഇട്ടേക്കും. അതിൻ്റെ ഒരു വെറൈറ്റി പാറ്റേൺസ് കേട്ടോ. ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡാണ്. അപ്പോൾ പെട്ടെന്ന് എടുത്തോട്ടോ. 299, 190, 150. ഇതെല്ലാം ഡൈ ചെയ്തേക്കണേ കേട്ടോ. ഇതെല്ലാം ഡയബിളാണ്. 299 ഒറിജിനൽ സംഭവം ഡൈ ചെയ്തേക്കണേ. അത് കാരണം ഈ പെർഫെക്റ്റ് കളർ നമുക്ക് തപ്പിയെടുക്കാൻ പറ്റില്ല ബ്ലൗസ് പീസിനെ. അതാ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ തന്നെ ബ്ലൗസ് കറക്റ്റ് ആക്കണേ നല്ലത്. ഇത് നമ്മളിപ്പോൾ ഈ 150ൻ്റെ ഇത് വെച്ചാലും ഇച്ചിരി വ്യത്യാസം വരും. അപ്പോൾ ഹാഫ് സാരി എനിക്കിതാട്ടോ ഇഷ്ടം. നിങ്ങളുടെ ഇഷ്ടം. ഈ കളർ തന്നെ വരുമ്പോൾ മൊത്തം ഒരു മജന്ത കളറായിപ്പോവും. ഈ കളറിനാണ് ഭംഗി. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ഈ കളർ മതി. കാരണം ഈ കളർ ഇത്രയേ ഉണ്ട് സ്കേർട്ടിൽ. അപ്പോൾ നമുക്ക് ഫുൾ ആ കളറിലും ഭംഗി വന്നത്. നിങ്ങൾ ഹാഫ് സാരി ഉടുത്ത ബൊമ്മകളൊക്കെ നോക്കുക. ഈ കളറ് മജന്ത ബ്ലൗസ് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഒരു ഭംഗിയില്ല. മൊത്തം ഈ കളറേ കാണാനുള്ളൂ. ഈ കളറാണ് നമ്മുടെ എലഗൻ ലുക്ക് കിട്ടണം. അപ്പോൾ 299. ഇതെല്ലാം വില പറഞ്ഞല്ലോ. 150. ഇനിയിപ്പോൾ സ്ട്രൈസ് വേണം. അടിപൊളി സ്റ്റീൽ ബ്ലൂ ആയിട്ട് 230. ഇത് തന്നെ ബ്ലൗസിനോട് കൂട്ടി മുറിച്ചിട്ട് ബ്ലൗസ് ഇതിൽ അതല്ല. ഇതിന് വേണമെങ്കിൽ ഇങ്ങനെ ബ്ലൗസ്. ഇത് ഏകദേശം ഈ സിൽവർ ബുട്ടയും കൂടെ വന്ന കാരണം കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിന് എത്രയാണ് ബ്ലൗസിന്? 199. ഇത് 199. ഇതിന് കറക്റ്റ് ഏകദേശം കളറ് കറക്റ്റ് തന്നെയെന്ന് പറയാം. ഈ കുഞ്ഞ് സ്ട്രൈസ് ആയാലും ഇത് ഹാഫ് സാരിക്ക് നല്ലതാട്ടോ. ഇത് 190 കുഞ്ഞ് സ്ട്രൈസ്. എല്ലാം ഡയബിളാണ്. പെട്ടെന്ന് എടുത്തോ. ഇത് നമ്മൾ
ഓണം കഴിഞ്ഞല്ലോ എന്ന് ഓർത്ത് വിഷമിക്കരുത്. ഇത് ഓണത്തിന് ഇത് വീഡിയോ ഇട്ടതല്ല. ഓണത്തിനൊക്കെ ഒത്തിരി പേര് മുറിക്കാൻ വന്നില്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന സംഭവങ്ങളാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്നും വീഡിയോ ഇട്ടില്ലല്ലോ. ഇതെപ്പോഴും നമുക്ക് ഇത് വീഡിയോ ഇട്ട് ആ കൊച്ചിൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നിട്ട് നമ്മളെപ്പോഴും പടം കാണിക്കില്ലേ. ഒരു മോളുടെ പടം ഞാൻ കാണിക്കാറില്ലേ, അത് കാണിച്ചിട്ടാണ്. അപ്പോൾ ആ മോള് കാനഡയിലാണ്, പ്രഗ്നൻ്റ് ആണ്, എല്ലാവരും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അമ്മ പറയുക, ഞാൻ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, അപ്പോൾ ഇപ്പോഴും നിൻ്റെ കാര്യം പറയണ്ടടി അവരെന്നൊക്കെ പറഞ്ഞു വന്ന്. മദർ ഇൻ ലോയെ ആട്ടാ വിളിച്ചിട്ട് പറഞ്ഞേ. അപ്പോൾ ആ കൊച്ചി സാരി കൊടുത്ത് നിൽക്കണ കണ്ടിട്ട് വേറൊരു കൊച്ചെടുത്ത് അത് ഹാപ്പി കസ്റ്റമറിൽ ഇട്ടോ. ആ കൊച്ചും തയ്ച്ച് ഹാപ്പി കസ്റ്റമറിലുണ്ട്. ഭയങ്കര രസം കേട്ടോ ഇത്. സാരിക്ക് സൂപ്പറാ. 290 ആട്ടോ. ഇതിൽ ഇതിൻ്റെ നമ്മൾ 190യുടെ ഇങ്ങനെ കുറഞ്ഞതൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. ഇത് ഇച്ചിരിയുടെ കുഞ്ഞു ബുട്ട അടുപ്പിച്ചുണ്ടേ. അതിന് അതിൻ്റെതായ വ്യത്യാസം കാണുമ്പോൾ കേട്ടോ. എല്ലാം സെയിം ഡീലറിൻ്റെ ഇന്നാ. അപ്പോൾ ഇതിൻ്റെ വില കുറഞ്ഞത് നമ്മൾ കൊടുത്തായിരുന്നു. അപ്പോൾ ഇത് മെറ്റീരിയലിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് 290 അല്ലേ, ഇത് 290 ആണ്. ഇത് ഈ കോട്ട് സെറ്റ് അപ്പടി വന്നത് ഇപ്പം ഇതാണേ. ഇങ്ങനെ വലിയ പ്രിൻ്റ് കോട്ട് സെറ്റ്, ടോപ്പും ബോട്ടോടി അടിക്കാം, കോളറും വെച്ച് പോക്കറ്റൊക്കെ വെച്ച് അങ്ങ് അടിക്കുക. സൂപ്പറാണ്. 150 ഉള്ളൂ കേട്ടോ. കോട്ട് സെറ്റിൻ്റെ ആണേ. ടോപ്പിനും ബോട്ടത്തിനോട് എടുക്കാൻ നല്ലതാണേ. അടിപൊളിയാണ്, പെട്ടെന്ന് എടുത്തോ. 150 ഉള്ളൂ കോട്ട് സെറ്റിൻ്റെ. ഇനി മൊഡാല് ടീൽ ബ്ലൂ. ഇതിൻ്റെ ഷോൾ അവിടെ എങ്ങാണ്ട് ടീൽ ബ്ലൂ കളർ ഏതാണ്ട് കണ്ടല്ലോ. ഇതിന് മാത്രം കറക്റ്റ് ഉണ്ട്. പിന്നെ മൊഡാലിൻ്റെ ഷോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ട്രിപ്പ് ഞാൻ കാണിച്ചതായിരുന്നു. ഇത് റീസ്റ്റോക്ക് ആട്ടോ, വന്നിട്ട് പെട്ടെന്ന് തീർന്നേ. ഇതിപ്പോൾ അതിൻ്റെ റീസ്റ്റോക്ക് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് കംപ്ലീറ്റ് ഇങ്ങോട്ട് നോക്ക്. ഇതിന് 2190 ആണോ, 2190. 2190 ഒറിജിനൽ മോഡലിൽ. ഇത് ഇങ്ങനെ വിടത്തുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. വിടത്തരുത് കേട്ടോ, എനിക്ക് വിടത്താണ്ട ഇഷ്ടം. ഇത് 2090. വേറെ ഒരെണ്ണത്തിന് 2190 അല്ലേ. ഇതിന് 2090 ഉള്ളൂ കേട്ടോ. ഫുൾ ഇങ്ങനെ ഇതിനുള്ള ബോർഡർ ഉള്ളതിനായിരുന്നു. ഇത് 2090. 2090 ആട്ടോ. അടിപൊളി സൂപ്പർ ഒറിജിനൽ മോഡലാണ്. ഇതിനെത്രയാ? 599. 399 ഒറിജിനൽ മോഡല്. ഇത് 399. ഇത് ടോപ്പും ബോട്ടോടെ ഇങ്ങനെ എടുത്തിട്ട് ഈ ഷോളും വെക്കാൻ പറ്റും. പിന്നെ ഇനി ബ്ലാക്ക്. ചിലതിനൊക്കെ കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ കിട്ടിയല്ലോ. ഇത് വിടത്തിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയുണ്ട്. ഇത് വിടത്തിയിട്ടില്ല. പയ്യെ വേണമെങ്കിൽ തേക്കാം. എനിക്കിങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കണതാണ് ഇഷ്ടം, ക്രഷ്ഡായിട്ട് വിടരാണ്ട്. ഇത് 2090. ഇത് 399. ടോപ്പും ബോട്ടോടെ എടുക്കണയായിരിക്കും നല്ലത്. ഇത് സൂപ്പറാണ്, പെട്ടെന്ന് എടുത്തോ. ഇനി ഇതേ ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് സെയിം വില. ഇത് ഞാനിങ്ങനെ സെറ്റ് എടുത്തിട്ട് എത്ര രൂപയായെന്നറിയാമോ? 4000 സംതിങ് ആയി സെറ്റായിട്ടേ. അതിൻ്റെ ടോപ്പ് മാത്രമായിരുന്നു മൊഡാലുള്ളൂ. ഷോള് ബോട്ടം സാൻഡോൺ ബോട്ടം ആയിരുന്നു. ഈ ഷോളും വെച്ചെടുത്തിട്ട് ഓൺലൈൻ തന്നെ ഞാൻ എടുത്താൽ ചുമ്മാ ഈ ഷോള് കണ്ടപ്പോൾ ക്രേസ്. പിന്നെ ഞാൻ അല്ലാണ്ടും ഭയങ്കര ഇങ്ങനെ എല്ലാവരും എന്തെങ്കിലേ ഞാൻ ഇന്ന വിലയടി എടുത്തു എന്നൊക്കെ പറയണ. വേറെ ഒന്നുമല്ല, ഞാൻ എടുത്തിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ അതിലും വില കുറച്ച് കിട്ടുമെന്ന് ഡീലർമാരോട് ചോദിക്കാൻ വേണ്ടിയിട്ട് എടുക്കണം. അല്ലാണ്ട് ഞാൻ വലിയ ആളാന്ന് ഓർത്തല്ല 10,000 രൂപയുടെ ചുരിദാർ എടുത്തു എന്നൊക്കെ വിളിച്ചു പറയണതൊക്കെ കമൻറ്റ് ഇടുമ്പോൾ ദൈവത്തെ ഓർത്ത് അങ്ങനെ ഞാൻ എന്തോരം കഷ്ടപ്പെട്ട 10,000 രൂപയുടെ ചുരിദാർ. അത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ അതിൻ്റെ മാനസിക വിഷമമായിട്ടാണ്. 20,000 രൂപയുടെ സാരി എടുത്തു. എല്ലാവരും എന്നെ വഴക്കൂറി. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എടുത്തതിൻ്റെ ടെൻഷനാണ്, സങ്കടമാണ്. അത് കുറേ കാലം പറഞ്ഞുകൊണ്ടിരിക്കും. അതിങ്ങനെ BCom സെക്കൻഡ് ക്ലാസ്സാന്ന് എല്ലാവരും എന്നെ വഴക്കൂറിയും. എന്താ ഈ BCom സെക്കൻഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ BCom എന്ന് പറഞ്ഞാൽ പോലെ അതിങ്ങനെ സ്വഭാവമായിട്ടാണ്. അല്ലാണ്ട് ഞാൻ വലിയ പണക്കാരിയാണെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയൊന്നും അല്ല കേട്ടോ. അത്രയും ബോധമില്ലായ്മയൊന്നും എനിക്കില്ല. ഇച്ചിരി അത്രയൊക്കെ ബോധമുണ്ട്. ഞാനിങ്ങനെ പറയണേ ആ വിലയുടെ സാരിയുടെ സെയിം ലുക്കുണ്ട് ഈ സാരിക്കെന്നൊക്കെയാണ് ഞാൻ പറയാറ്. അല്ലാണ്ട് ഞാൻ 20,000 രൂപയുടെ സാരി എടുക്കണമെന്ന് പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് എന്നാ കിട്ടാനാ? അങ്ങനത്തെ പൊട്ടത്തരം നിങ്ങളൊക്കെ ചിന്തിക്കല്ലേ. ഇങ്ങനെ എന്നിട്ട് അത് കമൻറ്റിലിടുക. അല്ല കുഴപ്പമൊന്നുമില്ല.
നമ്മളെപ്പറ്റി അപ്പം എന്ത് ധരിക്കും നിങ്ങളെപ്പറ്റി? 399 രൂപയുള്ളേ. ഇതും ബ്ലാക്കിൻ്റെ കൂടെ ഇടാം കേട്ടോ. ഇത് പെട്ടെന്ന് തീരൂട്ടോ. 2090 രൂപയുള്ളൂ. ഈ ഷോൾ എടുത്ത് വെച്ചോ, ബാക്കി കാര്യമൊക്കെ പിന്നെ. ഇതൊക്കെ ബ്ലാക്കിൻ്റെ കൂടെ യൂസ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കളർ കണ്ടോ, അടിപൊളി ഷോളാട്ടോ. നിങ്ങൾ ഓടിച്ചെന്നാൽ കിട്ടില്ല, പിന്നീട് കിട്ടുമായിരിക്കും. ഇപ്പം എന്നായാലും ഈ സാധനം ഇറങ്ങിയുള്ളൂ. ഇതാട്ടോ ഇതിൻ്റെ ഭംഗി. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ സാരി കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവർ ചോദിച്ചു എങ്ങനെ കൊടുക്കുമെന്ന്. വിടത്താണ്ട്, എനിക്ക് വിടത്താണ്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ വിടത്തി കഴിയുമ്പോൾ വിടത്തിയത് ഞാൻ കാണിക്കാം. വേറൊരു സ്റ്റൈല് ഷോളുണ്ട്, അത് വിടത്തി തേച്ചതാണ്. കണ്ടോ, വിടരുമ്പോൾ ഇത് എങ്ങനെയാട്ടോ. പയ്യെ വേണമെങ്കിൽ ചെറു ചൂടത്തൊന്നും വിടത്തി ഇത്രയും ഡിസൈൻ കാണാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഡിസൈൻ മൊത്തം കാണാൻ പറ്റുന്നില്ല. എല്ലാം വിടത്തുമ്പോൾ അത് വിടത്തിയിട്ടേ ഇല്ല അവര്. കണ്ടോ, എനിക്ക് ഇതിൻ്റെ യെല്ലോയും റെഡും ഒക്കെ ഉണ്ട്. ഇത് കണ്ടോ, ടോപ്പും ബോട്ടവും ഈ റെഡ് എടുത്താൽ ഈ യെല്ലോയും കൂടെ ആകുമ്പോൾ സൂപ്പർ കളർ കോമ്പിനേഷൻ ആവും. ഇതെല്ലാം 399 ആട്ടോ. കാണിച്ചേ, ഈ ബ്ലാക്ക് ടോപ്പും ബോട്ടവും എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഷോള് ഇതാട്ടോ 2190 ഷോള്. 2290. ഈ ഷോൾ എന്നാന്ന് വെച്ചാൽ ഈ ഷോള് ബോർഡറുള്ള ഷോളാണ്. പിന്നെ ഇതവർ ഇവിടത്തി തേച്ചിട്ടുമുണ്ട്. തേച്ച കൂലിയാണോന്ന് അറിയാൻ പിന്നെ ബോർഡറിൻ്റെ ഇതാണ് കൂടിയതെന്നാണ് അവർ പറയണത്. നല്ല രസമില്ലേ, ഇടാൻ തന്നെ എന്നാ സുഖ. ഏറ്റവും അവസാനത്തെ തിരിവ് ഞാൻ എടുക്കാനിരിക്കുക. എനിക്കുണ്ട് ഇതിൻ്റെ ഇപ്പോൾ 2 എണ്ണം, എന്നാലും വേണ്ടില്ല. 2 സെറ്റായിട്ട് എടുത്താൽ ഇതിൽ തിരിവ് വരെ നോക്കിയിരിക്കുക. ബ്ലാക്ക് ടോപ്പും ഇതോടെ ഞാൻ എടുത്തത് ഞാൻ വീഡിയോയിലൊക്കെ ഇട്ട് കണ്ടില്ലേ. അപ്പോൾ ഏതാണെങ്കിലും ഒരെണ്ണം തിരിവ് വരുമ്പോൾ ഏറ്റവും ലാസ്റ്റിലത്തെ എടുക്കണുള്ളൂ. ഇത് 2290 ആണ്. ഇതെല്ലാം റീസ്റ്റോക്കാട്ടോ. ഇതിൻ്റെയൊക്കെ ടോപ്പും ഇങ്ങനെ കറക്റ്റ് കളർ വേണമെങ്കിൽ ടോപ്പും ബോട്ടും ഒക്കെ ഡൈ ചെയ്യാൻ പറ്റുമേ. സെയിം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൈ ചെയ്യാൻ പറ്റും. ഈ ഷോളും കൊണ്ട് കൊടുത്തിട്ട് ഈ ഷോൾ കൊടുത്തിട്ട് ഡൈ ചെയ്യാൻ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ഈ കളറിൻ്റെ കഷ്ണോടെ കൊടുക്കണം. അപ്പോഴാട്ടോ കറക്റ്റ് കളർ കിട്ടുള്ളൂ. ഡൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, മെറ്റീരിയൽ ഇച്ചിരി നിങ്ങൾക്ക് ഏത് കളർ വേണം, അല്ലെങ്കിൽ നമുക്ക് അവർ ഡൈ ചെയ്ത് വരുമ്പോൾ വേറെ കളറാവും. എനിക്ക് എന്നും അബദ്ധം പറ്റേ. നമ്മൾ കളർ പീസ് കൊടുത്താൽ അതുപോലെ കിട്ടുവേ. ഇവിടെ ഡൈ ചെയ്യണില്ല കേട്ടോ. കോട്ടയിൽ ഫുൾ വർക്കുള്ള ഇതൊക്കെ ഭയങ്കര എലഗൻ ലുക്ക് തോന്നും. ഫങ്ഷന് ഭയങ്കര ഒതുങ്ങണ സാരി ആട്ടോ. നമുക്ക് എപ്പോഴും 299. ഇത് നമ്മൾ റീസ്റ്റോക്ക് ആട്ടോ. ഇതൊക്കെ എപ്പോഴും നമുക്കുള്ളതാട്ടോ. 299. പെട്ടെന്ന് എടുത്തോ. ഇത് ക്രഷ്ഡ് സിൽക്ക് ആട്ടോ. 110 രൂപയുള്ളൂ കേട്ടോ. ഇത് നമ്മൾ ഒരു പ്രാവശ്യം കാണിച്ചതാണോ? ഇത് നമ്മൾ കാണിച്ചിട്ട് റീസ്റ്റോക്ക് വന്നേക്കണേ കേട്ടോ. ഇത് കടലാസ് പൂവില്ലേ, നമുക്ക് ഇങ്ങനെ ബൊഗൈൻ വില്ലേനെ ഓർമ്മ വന്നുണ്ടോ? പണ്ട് റോഡരിയിലിരിക്കണേ ഈ സൈസ് ഈ ഷെയ്ഡായിരുന്നു. ഇപ്പോഴും ഉണ്ട് എൻ്റെ എല്ലാ ബൊഗൈൻ വില്ലയുടെ കളേഴ്സും ഉണ്ട്. ഈ കളറുണ്ട്. ഇത് ഭയങ്കര രസമാട്ടോ, ഭയങ്കര സോഫ്റ്റും ആട്ടോ. നല്ല രസം. ഇതിൻ്റെ സാരിയൊക്കെ കൊടുത്തൊരു പേളിൻ്റെ മാല ഇട്ടാൽ മതി, ഒരു വർക്കും വേണ്ടേ. അറ്റത്ത് ടാസൽസ് പിടിപ്പിച്ചാൽ മതി. 110 രൂപയുള്ളൂ. ഇതൊക്കെ ഇതിപ്പോൾ ക്രഷ്ഡ് സിൽക്ക് ഭയങ്കര ഫാഷനാട്ടോ. നിങ്ങൾക്ക് സ്കേർട്ട്, ഫ്രോക്ക്, സാരി ഇതിനൊക്കെ ഈ മെറ്റീരിയൽ എടുത്തോട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് ഇങ്ങനെ ഈ സംഭവത്തിൽ റണ്ണിങ് മെറ്റീരിയലിൽ ഏറ്റവും ലേറ്റസ്റ്റ് വന്നേക്കണെയാണ്. ക്രഷ്ഡ് സിൽക്ക് 110 രൂപയുള്ളൂ. ഇത് നമ്മുടെ ബുട്ട ഓണം കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാ ഇത് ഓണമായിട്ടൊരു ബന്ധവും ഇല്ല കേട്ടോ. ഈ തവണ നമ്മളെല്ലാവരും ചോദിച്ചു ഓണം സാരി എന്തിനാ കാണിക്കാത്ത അധികം. ഞാൻ നോക്കിയിട്ട് ഈ ചുമ്മാ ഇത് വെച്ചുകൊണ്ടിരിക്കുമല്ലേ. ഞാനെങ്കിൽ 6 വർഷം മുമ്പുള്ള ഒരു ഓണസാരി എടുത്തു കൊടുത്തേ. കേരള സാരി വേറെ ആയിട്ട് പുതിയതായിട്ടല്ല, ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ പിന്നെ യൂസ് ചെയ്യാൻ പാടില്ലേ. മറ്റേതെൻ്റെ ഒരു കുഴപ്പമില്ല, ഒന്നും എടുത്തിട്ട് വെക്കുമല്ലോ. അപ്പം എല്ലാവർക്കും ആ ഓണസാരി വേണം. ഇനി അടുത്ത വർഷം അത് കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ കാണിച്ച്. അപ്പോൾ 6 വർഷം മുമ്പുള്ള ആ സാരി എടുത്തപ്പോൾ അത് ഉടുത്ത ഒരു ദിവസം ഇവിടെ നിന്നപ്പോൾ സമാധാനം ഇല്ലായിരുന്നു. പൊട്ടത്തരായിപ്പോയി. അത് കുറച്ച് കൊണ്ടുവരാമായിരുന്നു. ഇനി അടുത്ത ഓണത്തിന് വേണം. ഇനി ഒന്ന് ഫാഷൻ അതാ നമ്മൾ നന്നായിട്ട് സെലക്ട് ചെയ്താൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫാഷൻ പോകില്ല. ഇതിനെത്രയാണ്? 190 രൂപയുള്ളൂ കേട്ടോ. പുതിയ ജോർജറ്റ്. ഇത് ജോർജറ്റിൻ്റെ എത്ര? 110 ഉള്ളൂ കേട്ടോ. ഇത് 60 ഇഞ്ച് വീതിയല്ലേ, അതോ 44 ആണോ? അല്ലോ 60 അല്ലേ? 60 എന്ന് പറഞ്ഞാൽ 58 കാണുള്ളൂ കേട്ടോ.
പെട്ടെന്ന് എടുത്തോ, പെട്ടെന്ന് എടുത്തോ. പെട്ടെന്ന് തീരും. ഒരു പ്രാവശ്യം ഇതാണോ ഇതിൻ്റെ വേറെയാണോ നമ്മൾ കൊണ്ടുവന്ന് വീഡിയോ ഇട്ടിട്ട്? അതെ അല്ലേ? പെട്ടെന്ന് തീരും കേട്ടോ. നമ്മളിങ്ങനെ റീസ്റ്റോക്കൊക്കെ കൊടുത്താൽ കുറേ കാലം കഴിഞ്ഞാൽ സംഭവം കിട്ടുള്ളൂ. നല്ല ഭംഗിയല്ലേ, ഓഫ് വൈറ്റിൽ ഇങ്ങനെ കളേഴ്സ് ആയത് കാരണം, കുഞ്ഞു പൂക്കളും ആയത് കാരണേ 110 രൂപയേ ഉള്ളൂ. തയ്ക്കാൻ തന്നെ അറിയാവുന്നവർക്ക് സൂപ്പറാ. ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഈ തിന്നാൻ തോന്നുന്നു എന്നൊക്കെ പറയില്ലേ, അതുപോലെ രസമില്ലേ നോക്കിയാൽ. മനസ്സൊക്കെ ഈ ബലൂണൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് എങ്ങാണ്ടായിട്ട് പോകൂലേ? എനിക്കൊക്കെ പോവും. പണ്ടത്തെ കാലത്തായിട്ടാണോ കുപ്പിയോളം കാണുമ്പോൾ എങ്ങാണ്ടായിട്ടൊക്കെ മനസ്സൊക്കെ എന്ന് പറഞ്ഞ പോലെ. ഇതൊക്കെ ഇതിലേക്ക് ചുമ്മാ നോക്കിയപ്പോൾ പണ്ടെങ്ങാണ്ട് ഒരു ടോപ്പ് എനിക്കുണ്ടായിരുന്നു, ഈ ജീൻസിൻ്റെ മെഡിക്കൊരു ടോപ്പ്, ഈ സെയിം ഡിസൈൻ വൈറ്റിൽ. ആകെ 2-3 ഡ്രസ്സല്ലേ അന്നത്തെ കാലത്തുള്ളൂ. അതിൻ്റെ ഡിസൈൻ പോലും 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് +1-ൻ്റെ, മറന്നിട്ടില്ല. ഇത് നമ്മുടെ റീസ്റ്റോക്കാട്ടോ. എത്രയാ? 390. ഇതിന് 390 ആട്ടോ. ഭയങ്കര ഗ്രാൻഡ് സാധനം ആട്ടോ. നമുക്ക് ഫങ്ഷൻ വെയറിന് സൂപ്പറാണ്. ഇനിയിപ്പോൾ ദേ ഒക്ടോബർ 15 മുതൽ, നമുക്ക് 13-ാം തീയതി മുതൽ കല്യാണ വർക്കൊക്കെ ഒരു കൊച്ചിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ 13-ാം തീയതി മുതൽ എൻഗേജ്മെൻറ്റ് മുതൽ തുടങ്ങും, ഒക്ടോബറിൽ മുതൽ. പിന്നെ നവംബർ ഇങ്ങനെ ഡിസംബർ വരെ ആ സമയം അപ്പടിയും കല്യാണങ്ങളല്ലേ. അപ്പം ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ എന്ത് റേറ്റും നിസ്സാര റേറ്റ്, ഭയങ്കര അട്രാക്ഷനിൽ. ബ്ലൗസ് ഇത് തന്നെ എടുത്താൽ മതി കേട്ടോ. ബ്ലൗസ് എന്നിട്ട് വല്ല ബോട്ടണക്കോ ഇങ്ങനെ ക്ലോസ് ഇങ്ങനെയൊക്കെ വെച്ച് കൈയൊക്കെ വെച്ച് ക്ലോസ് നെക്കൊക്കെ തയ്ച്ചാൽ മതി, സ്ലീവ്ലെസ് തയ്ച്ചാൽ മതി. അല്ല വൈറ്റ് ബ്ലൗസ് ഇട്ടാലും ഭയങ്കര രസമാട്ടോ. ഇതിനൊക്കെ വൈറ്റ് ബ്ലൗസ് ഇട്ടാൽ ഭയങ്കര രസമാണ്. നസ്രിയ വൈറ്റ് ഇട്ട് ആ പടം നിർന്നു കേട്ടോ. ഇതിൽ ഇതുപോലത്തെ ഒരു സാരി കൊടുത്ത് വൈറ്റ് ബ്ലൗസ് ഇട്ടിട്ട് പോകണമെന്നില്ലേ നസ്രിയയുടെ ഫാസലിൻ്റെ കൂടെ. നല്ല രസമുണ്ട്. അപ്പം ആ പടം ഇട്ടേക്കാവേ. അപ്പോൾ ഒരു ഐഡിയ കിട്ടും പെട്ടെന്ന് നമുക്കിങ്ങനെ. അതെന്താ അവരെ പോലെ കാണിക്കാനൊന്നും അല്ല, ഒരു റോൾ ഇതൊക്കെ ഐഡിയ കിട്ടുമ്പോൾ നമുക്ക് എളുപ്പമല്ലേ. ദേ ഇതിന് എത്രയായിരുന്നു? 390 ആട്ടോ. ഇത് ലിനൻ കൂടിയ കോട്ടൺ ആട്ടോ. ലിനൻ കോട്ടൺ ആണ്. 199 രൂപയുള്ളൂ കേട്ടോ. കോട്ട് സെറ്റിനൊക്കെ നല്ലതാട്ടോ. ഇപ്പോൾ ഒത്തിരി ഭയങ്കര ഫാഷൻ. ഇപ്പോൾ വൈറ്റ് കളറിൽ ഇങ്ങനെ ഡിസൈനുകൾ, ടോപ്പും ബോട്ടവും കോട്ട് സെറ്റ് സെയിം കളർ അടിച്ചാൽ മതി. ഇത് സാരിക്ക് വേണേലും യൂസ് ചെയ്യാം കേട്ടോ. അതിൻ്റെ അകത്തൊരു ചെക്ക് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. സാരിക്കായാലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതായത് നല്ല ലിനൻ മിക്സിങ് ഉള്ള നല്ല സൂപ്പർ കോട്ടൺ ആണ്. അപ്പോൾ സാരിക്ക് ഭയങ്കര ഗ്രാൻഡായിരിക്കും കേട്ടോ. ഇത് 199 രൂപയുള്ളൂ. അടിപൊളി സാരി കിട്ടും. ഇത് നമുക്ക് ഓഫ് വൈറ്റ് കളറ്, നോയാക്കോട്ടയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എത്രയാ? 70 രൂപയുള്ളൂ കേട്ടോ. നോയാക്കോട്ടയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, 70 രൂപയുള്ളൂ. സാരിക്കൊക്കെ നല്ലതാണ്. ഇങ്ങനെ ചെറിയ ബട്ടൺ ഹോൾ സ്റ്റിച്ച്, ഇതിന് ചേർന്ന പേസ് ചാട്ടി ഇട്ട ഏത് കളറും. ഇത് നമ്മൾ പെയിൻറ്റിങ്ങിന് ചെല്ലുമ്പോൾ നസ്രയത്തിലെ സിസ്റ്റർ ഈ കളറാണ് തുണി മേടിച്ചുകൊണ്ടിരാൻ പറഞ്ഞത്. ഇതിലെന്ത് പെയിൻറ്റ് ചെയ്താലും ഭയങ്കര രസമാണ്. നല്ല പേസ്റ്റൽ പിങ്കും ഏത് വേണേലും ഡാർക്കും ലൈറ്റും ഒക്കെ. ഈ കളറിലും ഒക്കെ വർക്ക് ചെയ്യാൻ നല്ലതാണ്. വൈറ്റിൽ അത്ര ഭംഗിയില്ല. ഈ കളേഴ്സും ആ ഓഫ് വൈറ്റും അതൊക്കെ ഭയങ്കര രസമാട്ടോ. ഇതിനെത്രയാ? ഇത് 70 രൂപ. ഇതൊക്കെ സെമി ആയിരിക്കും കേട്ടോ. ഒറിജിനൽ നോയാക്കോട്ടയ്ക്കൊന്നും ഈ വില പോരല്ലോ. ഇത് മറിച്ചാണോ? അല്ല, ഇത് ടെസർ. ശരിക്കും ടെസറിന്റെ മോച്ചായയിൽ ഒറിജിനൽ ടെസറാണെങ്കിൽ ഈ വിലക്ക് കിട്ടും. എന്നാ വില? 250. ഒറ്റ കളറുള്ളോ? 250 ഉള്ളൂ കേട്ടോ. ടെസറെന്നും പറഞ്ഞാൽ തന്നെ. പക്ഷെ 250 ടെസർ കിട്ടും. 800 ഒക്കെ അല്ലേ ടെസറിന്. പക്ഷെ കണ്ടാലും ഇത് പിടിച്ചാലും ഒക്കെ സെയിം ഒറിജിനൽ ടെസർ പോലെയുണ്ട്. നമുക്കിങ്ങനെ പ്രിന്റ് സിൽക്ക് സാരി എടുക്കാം കേട്ടോ. 250 ഉള്ളേ പെർ മീറ്റർ. ടോപ്പിനൊക്കെ നല്ലതാ, സാരിക്ക് നല്ലതാ. പെട്ടെന്ന് എടുത്തു. 290. ഇത് ഇമ്പോർട്ടഡ് അങ്ങനെ നല്ലൊരു ഇതാ. ഇത് സാരിക്ക് യൂസ് ചെയ്യാം, ടോപ്പിന് യൂസ് ചെയ്യാം. ഓഫ് വൈറ്റില് കട്ട് വർക്കിന്റെ ഇത്
299 299. അടിപൊളി സംഭവമാണ്. കോട്ടനുകൾ ഇതൊക്കെ കാണിക്കും. വേട്ടെ ഇത് അപ്പുറത്ത് ഇരിക്കുന്ന അച്ചടക്ക് വേഗട്ടെ. പെട്ടെന്ന് എടുത്തില്ല. എന്താ വില? ഇത് 230 കോട്ടനാട്ടോ. കൂടിയ കോട്ടനാണേ. കോട്ടൺ എന്നല്ല ഈ എന്നാ ഈ നോയ അല്ല കൂടിയ സംഭവമാണ്. ഇപ്പോഴത്തെ ഒത്തിരി കുർത്ത ലൈനിങ് ഇല്ലാണ്ട് വന്നില്ലേ, അത് ഈ സംഭവത്തിലാണ്. ഈ മെറ്റീരിയൽ നിഴലടിക്കില്ല, ഇതിന് ലൈനിങ് ഇല്ലാണ്ട് എല്ലാവരും നമുക്ക് റെഡിമെയ്ഡ് ഒത്തിരി കുർത്ത ഇപ്പോൾ ഈ മെറ്റീരിയലിൽ വന്നിട്ടുണ്ട്. അതിതാ 2x2 പോലെ ഇരിക്കുന്നത്. പക്ഷെ 2x2 2x1 ഒന്നുമല്ല. കൂടിയ കോട്ട. എൻ്റെ പേര് വായു വന്നില്ല. കോയിൽക്കോട്ട. ഓയിൽക്കോട്ടയോ? ഓയിൽക്കോട്ടയല്ല, കോറാക്കോട്ടയല്ലല്ലോ. കോറാക്കോട്ടയുടെ കൂടിയതായിരിക്കും. മൽമൽ കോട്ടൻ്റെ വില കൂടിയത് ആ സീസൺ. ഇത് ലൈനിങ് വേണ്ട കേട്ടോ. ടോപ്പും ബോട്ടവും കൂടെ തയ്ക്കാം. അങ്ങനെ ഈ കോഡ് സെറ്റായിട്ട് തയ്ക്കാം കേട്ടോ. 230 വില. ആ വിലയ്ക്കനുസരിച്ച് ഈ സംഭവം ഉണ്ട്. അത്ര സോഫ്റ്റും ആണ്, നെല്ലും അടിക്കില്ല. ഒറിജിനലാട്ടോ, മിക്സിങ് ഉള്ളതല്ല. ഇത് ഇതുകൂട്ടിൻ്റെ മൊഡാലിൻ്റെ സെമി ആട്ടോ. കണ്ടാൽ ഒറിജിനൽ മൊഡാലാന്ന് തോന്നുന്നു. ആ ഗ്ലോയൊക്കെ കൊടുത്തിട്ടുണ്ട്. എത്ര? 230 ആട്ടോ. ഹക്കോബ വൈറ്റ്. ഇത് ഒത്തിരി കാലമായില്ല ഹക്കോബ നിങ്ങൾ കണ്ടിട്ട്. എപ്പോഴും വൈറ്റിന് ഡിമാൻഡ് ഉണ്ടല്ലോ. എത്ര? 230 കേട്ടോ. സോഫ്റ്റ് ഹക്കോബ ആട്ടോ. ഹാർഡുള്ളതിന് 150 രൂപയ്ക്ക് ഇരിപ്പുണ്ട്. അത് കാണിക്കാവേ. ദേ ലൈറ്റ് ബ്ലൂ 230 ആട്ടോ. ഗ്രീൻ ഇതെല്ലാം 230 അല്ലേ. സോഫ്റ്റ് ആട്ടോ, കൂടിയതാണ്. ഇത് 230 അല്ലേ. ഇതെല്ലാം 230 ഹക്കോബയാട്ടോ. ഇനി കുറേ അജ്രക്കിൻ്റെ സെമി. ഇപ്പം അതെല്ലായിരുന്നോ എൻ്റെ പൊന്നെ. ഇതും കൊണ്ട് ഷർട്ട്. ഇത് ഈ തവണ ഓണപ്പടി ഇതിലെല്ലായിരുന്നോ. സ്കേർട്ടിൻ്റെ അടിയിൽ പിടിപ്പിക്കുക, ഷർട്ട്, മുണ്ട്. എനിക്ക് അറിയാൻ പാടില്ല. ടോപ്പടിച്ച് ഇങ്ങനെ നിസ്സാര വിലയുള്ളൂ. എത്ര? ഇത് 99. ഇത് 60 70 ഏതാണ്ടൊക്കെ ഇല്ലേ. ഇത് 99 കേട്ടോ. ഇത് പല വിലയുടെ വന്നിട്ടുണ്ട് കേട്ടോ. 130 മുതൽ ഇതുണ്ട്. 130 റണ്ണിങ് സ്റ്റിച്ച് ഉണ്ടെന്ന് തോന്നുന്നു. ഗ്രീൻ ഇത് 99. ഇതിലപ്പോൾ വില കുറയും തോറും മിക്സിങ് കണ്ടമാനം പോളിസ്റ്റർ കയറുവേ. പ്രിൻ്റൊക്കെ ഇങ്ങനെയൊക്കെ എല്ലാം അജറക്ക് പോലെ ആയിരിക്കും. 100 ഇച്ചിരൂടെ മിക്സിങ് കുറവായിരിക്കും. ഇത് 99. ശരിക്കും അജറക്കിൻ്റെ സൂപ്പർ. ഇതൊക്കെ ഇങ്ങനെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാൻ എളുപ്പമാണ്. കഴുകി ഇങ്ങനെ തേക്കൊന്നും വേണ്ട, കളറ് പോവില്ല. അങ്ങനെയൊക്കെ ഗുണമുണ്ട്. എല്ലാം 99 അല്ലേ. ഇതെല്ലാം 99 പ്രിന്റുകളാട്ടോ. പെട്ടെന്ന് എടുത്തോ. ഒത്തിരി അജറക്കിൻ്റെ ഇതുണ്ട്. ഇത്രയും വിലയല്ലേ ഉള്ളൂ. തന്നെ തയ്യലറിയുന്നവർക്ക് സുഖ വഴി. ഒത്തിരി കുർത്ത ഇത് കൊണ്ടുവന്നുണ്ട്. ഇങ്ങനെ വില കുറഞ്ഞ കുർത്ത എല്ലാം ഈ മെറ്റീരിയലാണ് തന്നെ. ഇതൊക്കെ വിലയുടെയാണോ? ഇതെല്ലാം 99 ആട്ടോ. പക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ കോട്ടൺ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ വിലക്കുറവ് കാരണം മിക്സിങ് ഇല്ലാണ്ട് ഈ വിലക്കുറവ് കിട്ടില്ല. നമ്മളെപ്പോഴും ഓർത്ത് ഇങ്ങനെ വില കുറയുമ്പോൾ അതിൽ ഒറിജിനൽ അവർക്ക് വിൽക്കാൻ പറ്റില്ല. 150 സാധനം 99 ആർക്കും വിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ വില വിറ്റ് പോകാണ്ടൊക്കെ പഴയതിരിക്കണതൊക്കെ അങ്ങനെ വിൽക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു കടക്കാരന് എന്തെങ്കിലും കിട്ടാണ്ട് ആരെങ്കിലും കച്ചവടം ചെയ്യുമോ? അപ്പോൾ ഇതൊക്കെ മിക്സിങ് കൂടാണ്ട് ഈ മെറ്റീരിയൽ ഈ വിലക്ക് കിട്ടില്ല. 99 പുറത്തോണ്ട് ഒത്തിരി മിക്സിങ് ഇല്ല കേട്ടോ. നമുക്കങ്ങനെ അമിതമായ ചൂട്. പക്ഷെ ഇനി സ്കിന്നിനൊക്കെ കോട്ടൺ അല്ലാണ്ട് അലർജിയൊക്കെ ഉള്ളവരില്ലേ, അവരൊന്നും യൂസ് ചെയ്യണ്ട. അല്ലാത്തവർക്കൊക്കെ ഇപ്പം അപ്പടി കുർത്ത, മിക്കവാറും കുർത്ത ഇതിലാണ് തന്നെ. നമ്മൾ ഈ മെറ്റീരിയൽ വിൽക്കണ കാരണം കുർത്തയുടെ തുണിയൊക്കെ പിടിക്കുമ്പോൾ അറിയാം. ഇപ്പോൾ വിലക്കുറവല്ല അവരുടെ കുർത്താന്ന് ഓർത്തുകൊണ്ട് എടുക്കാമെന്ന് ഓർക്കുമ്പോൾ ആയിരിക്കും.
ഇത് 60-ൻ്റെ കേട്ടോ. എന്ത് ഭംഗിയല്ലേ ഇത് കണ്ടിട്ട്, ഏതാണ്ട് നല്ല രസമല്ലേ. 60 രൂപയുടെ കേട്ടോ. ശിങ്കടിയുടെ അടിപൊളി സംഭവം 60 രൂപയുള്ളൂ. സൂപ്പർ സൂപ്പർ സംഭവം. എല്ലാം ഇഷ്ടം പോലെ മെറ്റീരിയൽ ആയില്ലേ. ഓണം കഴിഞ്ഞിട്ട് തുണിയെടുക്കാന്ന് പറഞ്ഞ് ഒത്തിരി പേരിരിക്കണവരുണ്ട്. ഞങ്ങൾക്ക് ഈ ആഴ്ച ഭയങ്കര തിരക്കാണ്. ഓണത്തിനേക്കാളും തിരക്ക് ഓണം കഴിഞ്ഞപ്പോൾ കേട്ടോ. ഓണത്തിൻ്റെ തിരക്കിനിടയ്ക്ക് എടുക്കൂലാത്ത മനുഷ്യരില്ലേ, അപ്പോൾ അവർക്കൊക്കെ നല്ലതാണ്. ഓണത്തിന് ഭയങ്കര തിരക്കാണ്. തിരക്ക് ഒഴിഞ്ഞിട്ട് എടുക്കണ മനുഷ്യരില്ലേ. അപ്പോൾ ഓണം കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ആരും ഇല്ലായിരുന്നു. ഞാൻ സെയിൽസിലായിരുന്നു. എനിക്ക് ഭയങ്കര സംതൃപ്തി തോന്നി. എല്ലാം കാണിക്കണോ, ഒക്കെ എടുക്കണോ. കുറേ കാലം കൂടി സെയിൽസ് ഗേൾ ആയപ്പോൾ ഭയങ്കര രസമായിരുന്നു. സാരിയൊക്കെ ഇവിടെ കൂടിയ സാരിയെല്ലാം ഞാൻ കാണിച്ചു കൊടുത്തു. ഞാൻ എല്ലാവരും അത് എടുത്തുകൊണ്ട് പോയി. അത് നമ്മൾ ഇങ്ങനെയൊക്കെ ഇട്ട് കാണിച്ച് അതിൻ്റെ വിലയും അതിൻ്റെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാ വില കൂടിയതും ഞാൻ വിറ്റ് കാശ് മേടിച്ചു. ഞാനായിരുന്നു ഒരു ദിവസം സെയിൽസിൽ മെയിൻ. എൻ്റെ പൊന്നെ ചിരിക്കാൻ പറ്റൂല. ഇനിയിപ്പോൾ നെറ്റിൻ്റെ ഉണ്ട് കേട്ടോ. ഫങ്ഷൻ വെയർ സമയമല്ലേ. ഇത് നമ്മുടെ റീസ്റ്റോക്ക് സാധനം കേട്ടോ. എത്ര ഇത്? 199 രൂപ കേട്ടോ. സ്കേർട്ട്, ബ്ലൗസ്, ഹാഫ് സാരിക്കൊക്കെ കൊള്ളാം. 199 രൂപയുള്ളൂ നെറ്റിൻ്റെ. സമയം എത്രയാ? 27. അപ്പം ഇന്നത്തെ വീഡിയോ തീർന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഇപ്പം ഞാനൊരു കൊച്ചിനെ കണ്ടിട്ട് പോവാ. ചേച്ചിയുടെ ബൈബിൾ വചനം കാണാൻ. അത് ആ മോൻ ന്യൂസിലൻഡിലെ പെങ്ങന്മാരുടെ കൂടെ തന്നെയാണ്. അപ്പോൾ എപ്പോഴും കാണും. ഇപ്പോൾ ചേച്ചിയുടെ വീഡിയോ കാണാനല്ലേ. ഇപ്പം എന്നെ ചേച്ചി വീഡിയോ ഇടാത്ത, ഞാൻ എന്നോ വചനം കേൾക്കണേന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു പെട്ടെന്ന് അവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു. അവരെ അവിടെ ഇരുത്തി തന്നെ യൂട്യൂബിൽ രേവതി വെഡിങ് കളക്ഷനും ഗോൾഡൻ ഡയമണ്ട്സ് ഒക്കെ ഇരുത്തി സബ്സ്ക്രൈബ് ചെയ്യിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്കൊക്കെ ചെയ്താലേ അടുത്ത വീഡിയോസ് വരുള്ളൂ. ചുമ്മാ തോണ്ടി വിട്ടുകൊണ്ടിരിക്കും, ഒന്നും കാണിക്കില്ല, ഒന്ന് കൈ കൊണ്ട് കുത്തിയാൽ പോരെ എന്നൊക്കെ ചോദിച്ച്. എൻ്റെ ദൈവം ഒത്തിരി കാലം കൂടി ആ മോനെ കണ്ട. പെങ്ങന്മാരെ അമ്മ മരിച്ചു പോയിട്ട് എപ്പോഴും 2-3 പെങ്ങന്മാരുടെ കൂടെ എപ്പോഴും കടയിൽ വരുമായിരുന്നേ. അപ്പോൾ ഇപ്പം മോൻ പെണ്ണ് കെട്ടിയിട്ടില്ല. അവനോട് ഞാൻ ഒത്തിരി വഴക്ക് പറഞ്ഞു. പെണ്ണ് കെട്ടേണ്ട സമയത്ത് പെണ്ണ് കെട്ടണ്ടേന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പെങ്ങളുടെ മോക്കടെ ഹെയർ കട്ട് ചെയ്യാൻ അവൻ ന്യൂസിലൻഡിൽ പോയിട്ട് 10 വർഷമായിരുന്നു. ഞാൻ ഒത്തിരി വർഷം കൂടി ആ മോനെ കാണണേ. സുചേച്ചി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങനെ കൊച്ചു പഠിക്കുന്ന കാലത്ത് വന്യ. അപ്പോൾ മോച്ചായൊക്കെ ഒത്തിരി മാറുമല്ലോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ അതുപോലെ നിങ്ങൾ വീഡിയോ കാണാണ്ട് പോണതൊക്കെ മെയിൻ ഈ ലൈക്ക് ചെയ്യാണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഒന്നുമില്ല, ഒരു ലൈക്കൊക്കെ തന്നാൽ ഒരു കുഴപ്പമില്ല. യേശുമ്പരാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ പെട്ടെന്ന് വീഡിയോ ഒരു നല്ല സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക. സബ്സ്ക്രൈബ് ചെയ്താലും കാണുമ്പോഴൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുകയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അടുത്ത വീഡിയോസൊക്കെ വരും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണമെന്ന് എനിക്കറിയാം കേട്ടോ. അതൊക്കെ എൻ്റെ ഒരു മഹാഭാഗ്യമാട്ടോ. യേശുമ്പരാൻ തന്ന കൃപ. നിങ്ങളെപ്പോലെ ദൈവം അനുഗ്രഹിച്ച ദൈവജനം നമുക്ക് ഇത് കാണാനും നമ്മളോട് സഹകരിക്കണമെന്നെല്ലാം ദൈവം അനുഗ്രഹിച്ച ദൈവജനത്തിനെ കൊണ്ട് ദൈവം എന്നെ പോറ്റി പുലർത്തണ ഈ ക്ഷാമകാലത്ത് ക്ഷേമത്തോടുകൂടി പോറ്റി പുലർത്തണത് എൻ്റെ ദൈവം നിങ്ങളെ സകല സമാധാനത്തിലും സന്തോഷത്തിലും സമൃദ്ധിയിലും അനുഗ്രഹിക്കട്ടെ. ആമേൻ.